ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. എന്റെ പേര് സീറോ, കാര്യങ്ങളിൽ ഹീറോയാണ്. എവിടെയാടാ പോയി പതുങ്ങിയിരിക്കുന്നത്? കള്ളനെ പിടിക്കാൻ ഞാൻ എത്തിക്കഴിഞ്ഞു. ഹൈ ഹൈ ഹൈ, പെട്ടെന്ന് ഈ സീറോയെ എങ്ങനെയാ കാണാതായത്? അവൻ ഡയമണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയിരിക്കുക. എന്റെ കയ്യിൽ വല്ലതും അവനെ കിട്ടിയ ഞാൻ അവനെ കരി കെട്ട പോലെ ആക്കും. ഇന്ന് ഹോംവർക്ക് ചെയ്ത് തീർത്തില്ലേ സൈഫൈ സാർ നമ്മളെ വഴക്ക് പറയും. എന്ത് ചെയ്യും? ഗോപു അവിടെ കണ്ടോ ഡിസ്റ്റിങ്ഷൻ. ഇനി നമുക്കെന്താ ടെൻഷൻ? അവന്റെ കയ്യിൽ നിന്നും ഹോംവർക്ക് ബുക്ക് നമുക്ക് വാങ്ങിക്കാം. വേഗമാ. എടാ ഡിസ്റ്റിങ്ഷൻ, കുറച്ചു നേരം നിന്റെ ഹോംവർക്ക് ബുക്ക് ഒന്ന് തരുമോ പ്ലീസ്? ഞങ്ങൾക്കും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മാറി നിക്കടാ, വന്നിരിക്കുന്ന ഒരുത്തൻ. നീ നിന്റെ ഹോംവർക്ക് ബുക്ക് ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾക്കത് ഭയങ്കര അർജന്റ് ആണ്. എന്തോന്നാ? എടാ, ഹോംവർക്ക് ചെയ്യാനുള്ള ആഗ്രഹം വേറെ എന്താണ്? ഞാൻ എന്റെ ബുക്ക് ആർക്കും കൊടുക്കില്ല, മനസ്സിലായോ? നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് ബുക്ക് ഞാൻ വാങ്ങിക്കാതെ ഇവിടുന്ന് പോകുന്ന ലക്ഷ്യമുള്ളടാ. അവൻ എന്റെ ഹോംവർക്ക് ബുക്ക് വെച്ചിരിക്കുന്ന ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയിരിക്കുകയാ. ഇപ്പൊ ആ ബാഗ് എന്റെ കയ്യിലാണ്. എങ്ങോട്ടാടാ വലിഞ്ഞ് ഓടുന്നെ? ആ bag ഇങ്ങോട്ട് വണ്ടിയേക്കാണ്. ഇങ്ങോട്ട് താ. ഞാൻ തരൂല. തരാനാ പറഞ്ഞത്. എടാ, ഇത് വിടോ. എന്നാ ശരി, ഞാൻ ദേ വിട്ടേക്കാം. എന്റെ ബാഗ്! ഞാൻ ഇനി എത്ര നേരം ഈ മരത്തിന്റെ പുറകിൽ പതുങ്ങിയിരിക്കും? ദേ അടുത്തുള്ള ചുമരിന്റെ പുറകിൽ പതുങ്ങിയിരിക്കുന്നതാ നല്ലത്. ഓ നോ, എന്റെ ഡയമണ്ട്! ആ കള്ളൻ എവിടെ പോയി? ഷെടാ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇയാൾ ഇവിടെ നനങ്ങുന്നില്ലല്ലോ. റിസ്ക് എടുത്തേ പറ്റുമെന്നാ തോന്നുന്നേ. തിരിഞ്ഞു നോക്കരുത്. കിട്ടിപ്പോയി. അത് കൊള്ളാം. ബാഗോ? തൽക്കാലം ഇതിനകത്ത് വെച്ചേക്കാം, പിന്നെ കൊണ്ടുപോയേക്കാം. ഡയമണ്ട് നല്ല സേഫ് ആയ സ്ഥലത്തേക്ക് തിരിച്ചു പോകട്ടെ. നിയമത്തിന്റെ കയ്യിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. ഇത് പറയുന്നത് ഇൻസ്പെക്ടർ ഡാൻഡയാണ്. എന്റെ കയ്യിൽ നിന്ന് എങ്ങോട്ട് ഓടുവടാ. ഇപ്പൊ എന്റെ റൂട്ട് ക്ലിയർ ആയി കഴിഞ്ഞു. ദാ കിടക്കുന്ന എന്റെ ബാഗ്. ബാഗ് എവിടെ പോയി? വേറെ ആരെങ്കിലും ആ ഡയമണ്ട് ഉള്ള ബാഗ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയോ? ദാ പോകുന്നു ബാഗ്. എന്റെ ഡയമണ്ട് അതിനകത്തുണ്ട്. ആ സ്റ്റുഡന്റ് എന്റെ ഡയമണ്ട് സ്കൂളിലേക്ക് എടുത്തോണ്ട് പോവാ. സ്കൂൾ കൊള്ളാം. അങ്ങനെയെങ്കിലും സ്കൂളിനകത്തേക്ക് ചെല്ലാനുള്ള ചാൻസ് കിട്ടിയല്ലോ. വേറെ സീറോ, കാര്യത്തിൽ ഞാൻ ഹീറോയാണ്. നീ ഇത് കണ്ടില്ല? ഞാനപ്പോ ആ ചെക്കന് ഇത് എങ്ങോട്ടാ പോയത്? കിട്ടിപ്പോയി. ആരാണ് നീ? ഞാൻ സീറോ. ഞാൻ പറഞ്ഞു വന്നത് ജെന്നീറോ. ഈ ക്ലാസ്സിൽ ഞാൻ ന്യൂ അഡ്മിഷൻ ആണ്. ഇപ്പൊ അക്കാഡമിക് ഇയർ അവസാനിക്കാൻ പോവാ. അങ്ങനെയുള്ളപ്പോ നിനക്ക് മാത്രം എങ്ങനെ അഡ്മിഷൻ കിട്ടിയത്? അല്ല, അത് ഞാൻ എന്റെ മുത്തച്ഛൻ പ്രിൻസിപ്പൽ സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ സാർ ഈ സ്കൂൾ എന്ന് എന്റെ പേരിൽ എഴുതി വെക്കും. അങ്ങനെയുള്ളപ്പോ ഈ അഡ്മിഷൻ ഒന്നും വലിയ കാര്യമല്ലെന്നേ. നീ എന്റെ ഫ്രണ്ടായി മാറിയിരിക്കേ. പിന്നെ ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് പറഞ്ഞ് നിനക്ക് ടോപ്പ് മാർക്ക് വാങ്ങിച്ചു തരാം. എനിക്ക് നിന്റെ ഒരു സഹായവും ആവശ്യമില്ല. ലക്ഷ്മണ, ഈ ഡാനി റോസിന്റെ കൂടെ ഫ്രണ്ട് ആയാലേ അപ്പൊ നമുക്ക് ടോപ്പ് ബെസ്റ്റ് മാർക്ക് കിട്ടും. ജെനി റോസിന്റെ കൂടെ ഫ്രണ്ട് ആയി കഴിഞ്ഞാലേ അപ്പൊ പിന്നെ നമ്മൾ എപ്പോഴും പ്രിൻസിപ്പൽ സാറിന്റെ സ്പെഷ്യൽ സ്റ്റുഡന്റ് ആയിട്ട് മാറൂടാ. ഇതാണ് ജെനി റോസിന്റെ കൂടെ ഫ്രണ്ട് ആവാൻ പറ്റിയ ചാൻസ്. നിക്ക് നിന്റെ
കൈ കൊണ്ട് അതൊന്നും തൊടാൻ പാടില്ല. ഷെടാ, നിന്റെ കൈ ഉണ്ടല്ലോ ഇവിടെയാണ് ഇരിക്കേണ്ടത്. കാരണം എനിക്ക് അതിലൊരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടാനുണ്ട്. ആരാടാ നീ? മാധവ്, എന്റെ പേര് കേട്ടാണല്ലോ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടേ ഇല്ല. സാരമില്ല, ഇപ്പൊ കേട്ടില്ലേ? എന്നാ പിടിച്ചോ, ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്. ഈ കാര്യം നീ പട്വർദ്ധൻ സാറോട് ചെന്ന് പറയില്ലേ? നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയില്ലേ ചട്ടിപ്പെട്ടി? ആരാടാ പട്വർദ്ധൻ? എടാ, നിന്റെ മുത്തച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ പട്വർദ്ധൻ സാർ. പട്വർദ്ധൻ സാർ, എനിക്ക് വേണ്ടി അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യും. കൊള്ളാം, ഇങ്ങോട്ട് നോക്ക്. പ്രിൻസിപ്പൽ സാർ ഇതാ വന്നോണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുവാ. ഞാൻ എന്റെ ബാഗൊന്നും എടുത്തോട്ടെ. എനിക്ക് തോന്നുന്നു ആ ജെനിറോക്ക് മാധവന്റെ കൂടെ ഫ്രണ്ട് ആവാൻ ഒട്ടും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ആ മാധവന്റെ ഒപ്പം ആരാ ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഗോപു, നീ ഒരു കാര്യം ചെയ്, നീ തന്നെ ചെന്ന് അവന്റെ ഫ്രണ്ട് ആയിക്കോ. പോ. നീ ചെന്ന് പ്രിൻസിപ്പൽ സാറോട് ചെന്ന് പറയ് കേട്ടോ, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നീ ഇപ്പൊ ആരെയാ വിളിച്ചോണ്ട് പോകുന്നത് മാധവ? ദേ, ഇവനുണ്ടല്ലോ, ഇവനെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്തായാലും നീ കാലക്ക്. എടാ, ഇതില് ചിരിക്കാൻ അത്രയ്ക്ക് എന്തുവാടാ ഉള്ളത്? എടാ, ശരിക്കും നീ ഒരു മരം മണ്ടനാണെന്ന് നിരൂപിച്ചില്ലേ? നിനക്കൊക്കെ ഡസ്റ്റ്ബിന്റെ ഒപ്പം ഫ്രണ്ട്ഷിപ്പ് വെക്കാനേ യോഗമുള്ളൂ. അവിടെ നോക്ക്. ജെന്നീറിയോടെ ശരിക്കുള്ള പേര് ഡസ്റ്റ്ബിൻ ആണോ? ഇവനെങ്ങനെയാ ഡസ്റ്റ്ബിൻ ആയിട്ട് പെട്ടെന്ന് മാറിയത്? എന്റെ പേരാണ് ഗോപാൽ. എന്റെ കൂടെ കൂട്ടുകൂടോ? അതെ, ഇപ്പൊ ഞാൻ ബിസിയാ. നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പൊയ്ക്കോ. എടാ, ഒരു ഫ്രണ്ട്ഷിപ്പിന് പോലും സമയമില്ലാതെ നീ അത്രയ്ക്ക് ബിസിയാണോ? എന്താ? എനിക്കെന്റെ ബാഗ് കിട്ടിക്കഴിഞ്ഞു. ഇനി അവന്റെ അടുത്ത് നിന്ന് എങ്ങനെയാ രക്ഷപ്പെടുക? ഞാൻ പറയുന്ന കേക്ക്, എനിക്ക് നിന്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ആവാൻ ഇഷ്ടാ. പക്ഷെ നീ എനിക്ക് വേണ്ടി ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വാ. അപ്പൊ ഫ്രണ്ട് ആവാ. അത്രയുള്ള കാര്യം. ഞാൻ ദാ പോയി ദേ വന്നു. ആരാണ് എന്റെ ഷർട്ടിൽ ലിങ്ക് ഒഴിച്ചത്? ഓഹോ, നിന്റെ ഷർട്ടിൽ ലിങ്കിന്റെ കറ എങ്ങനെയാ വന്നത്? ഇത് വളരെ മോശ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്ന പോലെ വാഷ്റൂമിൽ പോയിട്ട് ആ കറയൊന്ന് കഴുകി കളഞ്ഞേക്ക്. നീ തിരിച്ചു വരുന്നവരെ നിന്റെ ബാഗ് ഞാൻ വെച്ചേക്കാം. ശരി ശരി, പക്ഷെ നീ ഇവിടെ തന്നെ നിക്കണം കേട്ടോ. എന്റെ പേരാണ് സീറോ, കാര്യത്തിലാണേൽ ഹീറോ. ഇന്ന പിടിച്ചോ, നിനക്ക് വേണ്ടി ചൂടുള്ള വടാപ്പാവ്. ഷെടാ, യവൻ വീണ്ടും വന്നോ? ഇത് വടാപ്പാവാണോ അതോ മുളക് വെച്ചുണ്ടാക്കിയ പലഹാരോ? വായ മൊത്തം എരിയുന്നു. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോടാ കുടിക്കാൻ. വേഗം പോടാ. ഈ മാധവൻ, ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാടാ കുറച്ച് വെള്ളം കുടിക്കുന്നത്? നിനക്ക് എത്ര വേണം അതൊക്കെ കുടിച്ചോടെ. അല്ല, എനിക്കിപ്പോ തോന്നുന്നത് ഞാൻ പറഞ്ഞു വന്നത് ദാഹം തീർന്നുണ്ടാവും അല്ലേ? എടാ, ഡോണ്ട് വെരി. ഈ മാധവനോടുള്ളപ്പോ നീ ബാഗ് വെറുതെ ചുമക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കേ, കം ഓൺ, ലെറ്റ്സ് ഗോ. പറ്റില്ല. എന്റെ ബാഗ് ഞാൻ തന്നെ എടുത്തോളാം. അതിന് തന്നേക്ക്. ബാഗൊക്കെ ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ എടുത്തോളാം. ഒരു പക്ഷേ ബാഗിനകത്തുള്ള ഡയമണ്ട് പുറത്തേക്ക് തെറിച്ചാലോ? ബാഗ് ഞാൻ എടുത്തോളാന്ന്. എന്റെ ബാഗ്. എനിക്കിപ്പോ ഉള്ള ദേഷ്യത്തിൽ നിങ്ങളെ രണ്ടാളെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കുറിച്ച് ഇപ്പൊ ആരോട് കംപ്ലൈന്റ് ചെയ്യില്ല. ഞാനിപ്പോ നിങ്ങളിൽ ആരോടെങ്കിലും ഒരാളോട് ഫ്രണ്ടായി മാറും. ആരാണ് എന്റെ ബാഗ് എടുത്തോണ്ട് വരുന്നത് അവരുടെ ഫ്രണ്ട് ആവും. അത് ഞാൻ എടുക്കും. ഞാൻ എടുക്കും. ഇൻസ്പെക്ടർ ദാണ്ടെ വീണ്ടും എങ്ങനെ എവിടെ എത്തിയത്? ഈ ഇൻസ്പെക്ടർ ദാണ്ടെ ഇയാൾ എന്നെ ഒരു വഴിയാക്കുമെന്നാ തോന്നുന്നത്. ഇപ്രാവശ്യം ഞാൻ കുടുങ്ങിപ്പോയാൽ ഇടിയും ചവിട്ടും അല്ല, ലാത്ത ചാർജ് തന്നെ കിട്ടുമെന്നാ തോന്നുന്നത്. ചേടാ ഇൻസ്പെക്ടർ ദാണ്ടെ, നിങ്ങൾ എന്തിനാണ് സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്? അതിനൊരു കാര്യമുണ്ട് സാർ. സീറോ എന്ന് പേരുള്ള ഒരു കള്ളൻ ഡയമണ്ട് അടിച്ചു മാറ്റിയിട്ട് ഈ സ്കൂളിൽ എവിടെ എസ്കേപ്പ് ആയിരിക്കുകയാണ്. ഞാൻ എവിടെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇൻസ്പെക്ടർ സാർ, സ്കൂളിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കാണാൻ പറ്റുകയുള്ളൂ, അല്ലാതെ കള്ളന്മാരെയല്ല. എന്നാലും ഞാൻ ആ കള്ളന്റെ അടയാളങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും അലേർട്ടായിരിക്കണം. കള്ളന്റെ ഹൈറ്റ് ഏതാണ്ട് ഈ ചെക്കന്റെ അത്ര ഉണ്ടാവും.
കള്ളന്റെ മുടിയും ദേ ഇവന്റെ മുടി പോലെ ദേ ഈ മുള്ളമന്തി പോലെ ഇങ്ങനെ തന്നെ നിൽക്കും. ഡിറ്റോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാർ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾ ഉടനെ എന്നെ അറിയിക്കണം. എന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? ആ കിട്ടിപ്പോയി. ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അവിടെ നിക്കടാ മാധവാ. ഇന്നാ പിടിച്ചോ നിന്റെ സ്കൂൾ ബാഗ്. ഇനി നീ എന്റെ ഫ്രണ്ട് ആകുമല്ലോ അല്ലേ? എന്റെ പേര് സീറോ. കാര്യം സാധിക്കുന്നതിൽ ഹീറോയാണ് ഹീറോ. അവനെന്താ പറ്റിയത്? അവനെന്തിനാ ഓടിപ്പോയത്? ലക്കി പറയുന്നത് ഈ ചെറുക്കൻ ഒരു സ്റ്റുഡന്റ് ഒന്നും അല്ലെന്നാ. സീറോ എന്ന പേരുള്ള ഒരു കള്ളനാണെന്നാ. കള്ളൻ ഡയമണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് ഓടുകയാണ്. ഇവനെയാണ് ഇൻസ്പെക്ടർ ദാണ്ടി ഇത്രയും നേരം അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ആരെങ്കിലും എന്റെ സ്കൂൾ ബാഗ് കണ്ടായിരുന്നോ? കുറെ നേരം കൂടി ഞാൻ തേടുകയാണ്, കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ മാധവൻ ഡിസ്ട്രിക്ഷന്റെ ബാഗ് ഡെനീറോ അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് സീറോക്ക് കൊടുത്തിരിക്കുക. പിന്നെ ആ ബാഗിൽ തന്നെയാണ് ഡയമണ്ട് ഉള്ളത്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എന്റെ സ്കൂളിൽ കള്ളൻ കയറിയെന്നോ? എന്നിട്ട് നിങ്ങൾ ആ കള്ളനെ സഹായിച്ചോ മാധവ? സോറി സാർ, ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. ഡോണ്ട് വറി സാർ. കള്ളൻ സ്കൂളിനകത്ത് കടന്നു കയറിയത് അവന്റെ ഇഷ്ടപ്രകാരമായിരിക്കും. പക്ഷെ ഇവിടുന്ന് പോവാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. അവനെ ഞങ്ങൾ ജയിലിൽ പറഞ്ഞേക്കും. മര്യാദക്ക് ബാഗ് തിരിച്ചു തടാ സീറോ. നിനക്ക് ബാഗ് വേണോ അല്ലേ? ഇന്നാ പിടിച്ച ബാഗ്. ആ ഡിസിഷൻ എന്നാ പിടിച്ചോ നിന്റെ ബാഗ്. അങ്ങനെ എനിക്ക് എന്റെ ബാഗ് തിരിച്ചു കിട്ടി കഴിഞ്ഞു. ഹാപ്പി എൻഡിങ് ആയില്ലേ? ഞാൻ പോട്ടെ, എനിക്ക് വഴിവിട്. നീ പോവാണോ? നിനക്ക് ലെഫ്റ്റിലേക്ക് പോണോ അതോ റൈറ്റിലേക്കോ? ലെഫ്റ്റോ റൈറ്റോ? ലെഫ്റ്റോ റൈറ്റോ? മര്യാദക്ക് മാറി നിൽക്കടാ. എന്റെ റൂട്ട് ക്രോസ് ചെയ്താലുണ്ടല്ലോ. നിങ്ങൾ എല്ലാരും എന്തിനാണ് ഇത്രയ്ക്ക് സന്തോഷിക്കുന്നത്? നീ വിരല് ചൂണ്ടുവാണോ? എന്റെ വിരല് വിട്ടേക്ക്. വിരല് മാത്രം എന്തിനാടാ? മൊത്തത്തിലങ്ങ് വിട്ടേക്കാം. ഞാനാണ് ഇൻസ്പെക്ടർ ദാണ്ടേ. കള്ളന്മാരെ ഞാനൊരു വഴിയാക്കോ. അതേതായാലും കളിക്ക് പ്രിൻസിപ്പൽ സാർ. നിങ്ങളുടെ സ്കൂൾ സ്റ്റുഡൻസ് അടിപൊളിയാണ്. അവർ തന്നെയാണ് അടിപൊളിയായിട്ട് ഈ കള്ളനെ പിടിച്ചു തന്നത്. എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുക. താങ്ക് യു. സീറോ, കുട്ടികൾ അവരുടെ ജോലി ചെയ്തു കഴിഞ്ഞു. ഇനി എന്റെ ജോലിയാ. നടക്കടാ, പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. കൊള്ളാം കുട്ടികളെ, താങ്ക് യു എന്റെ ഇന്റലിജന്റ് ആയ കുട്ടികളെ. നിങ്ങൾ എല്ലാവരും ചേർന്ന് കള്ളനെ പിടിച്ചു കൊടുത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്കൂളിന്റെ പേര് നിലനിർത്തിയിരിക്കുന്നു. ഐ ആം പ്രൗഡ് ഓഫ് യു സർ. എടാ, ഈ ഞാൻ കാരണമാണ് കള്ളൻ കുടുങ്ങിപ്പോയത്. വിട ആ കള്ളനെ പിടിച്ചത് ഞാനാണ്. ബിക്കോസ് ഓഫ് മീ. ഓൾറൈറ്റ്, അണ്ടർസ്റ്റുഡ് യു ഫൂൾ. എടാ ഒന്ന് പോടാ, നീ ഒന്നുമല്ലടാ അവനെ പിടിച്ചത്. പോടാ ഗോപു പോടാ, വെറുതെ ഡയലോഗ് അറിയാതെ പോടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.